ലീഗുകാരൻ എഴുതിയ പാരഡി കൊണ്ട് നടക്കുകയാണ് കോൺഗ്രസ്. എന്നിട്ട് എന്താ പറയുക? സഖാക്കൾ കെട്ട്. സോണിയാഗാന്ധിക്ക് കൊടുത്ത കയ്യിൽ കെട്ടിക്കൊടുത്ത സാധനത്തിന്റെ അളവും തൂക്കവും അന്വേഷിക്കാൻ പോകുന്ന താങ്കൾ പിണറായി വിജയന്റെ നാവിന്റെ ഉള്ളിൽ എന്ത് സാധനമായിരുന്നു, വായിൽ എന്ത് സാധനമായിരുന്നു നിങ്ങൾ അന്വേഷിക്കണ്ടേ? അനിൽകുമാർ, ഇപ്പോ ഇതെന്താണ് സംഭവിക്കുന്നത്? പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ വിമർശനം ഉയരുന്നത് ഇത് സ്വാഭാവികമായി എല്ലാവർക്കും പുറത്തിറങ്ങാനുള്ള അവസരം ഒരുക്കുന്നു. അതായത് SITക്ക് മേൽ ഈ കുറ്റപത്രം വൈകിപ്പിക്കാൻ സമ്മർദ്ദമുണ്ട് എന്ന നിലയിലേക്ക് ആരോപണങ്ങൾ നിങ്ങൾക്കെതിരെ വരുമ്പോൾ എന്ത് പറഞ്ഞ് പ്രതിരോധിക്കും? കേരളത്തില് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിനോ അതുപോലെ തന്നെ CPMനോ ഇക്കാര്യത്തിൽ പ്രതിരോധിക്കേണ്ടതായ ഒരു കാര്യമില്ല. അടിപൊളി. ബഹുമാന്യായ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പലതവണ സന്ദർശനം നടത്തിയ ഗോവർദ്ധൻ, ഉണ്ണികൃഷ്ണൻ പോറ്റി, പിന്നെ ബാക്കിയുള്ള ആളുകൾ, കോൺഗ്രസിന്റെ MP മാർ, ഈ സംഘത്തിൽപ്പെട്ടവർ ജയിലിൽ പോയാൽ ഞങ്ങൾ എന്തിനാണ് പ്രതിരോധിക്കുന്നത്? എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. 2004 ശബരിമലയിലെ തന്ത്രി അവിടെ കുടിയിരുത്തിയ പോറ്റി, 2007 ശ്രീകോവിലിനകത്ത് ആ പോറ്റിയെ കയറ്റി. ഞങ്ങൾക്ക് എന്നാ ബന്ധം? സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് അവിടെയുണ്ടായ തുടർച്ചയായ ചില പ്രക്രിയയുടെ ഭാഗമാണ്. എന്നിട്ട് അതിൽ ഞങ്ങളുടെ ഭാഗത്തുള്ള വീഴ്ച എന്താണ്? 2019 ഭരണസമിതിക്ക് ഗോവർദ്ധൻ അടക്കമുള്ള തന്ത്രിയുടെ കൂടെയുള്ള കൊള്ള സംഘം, ആന്റണിക്കും അടൂർ പ്രകാശിനും ഒപ്പം സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയ കൊള്ള സംഘമാണെന്ന് മനസ്സിലാക്കി ഒഴിവാക്കുന്നതിൽ 2019 പരാജയപ്പെട്ടു. 2019 ഭരണസമിതി ബോർഡ് എന്തെങ്കിലും ഒരു ഉപഹാരം, സോണിയാഗാന്ധിയുടെ കയ്യെ കെട്ടിയ പോലൊരു സാധനമോ, അല്ലെ ഗോവർദ്ധൻ സോണിയാഗാന്ധിക്ക് കൊടുത്ത പോലൊരു സാധനമോ, അടൂർ പ്രകാശിന് ഈ ഗോവർദ്ധനോ ഈ പോറ്റിയോ കൊടുക്കുന്ന പോലത്തെ സാധനങ്ങളോ, ഈന്തപ്പഴമോ, ഇതൊന്നും ഞങ്ങൾ ആരും കൈപ്പറ്റിയതായിട്ട് ഒരു കടലാസിലും ഇല്ല. അതുകൊണ്ട് ആദ്യമായി മനസ്സിലാക്കേണ്ടത് പ്രതിരോധിക്കേണ്ടതൊക്കെ കോൺഗ്രസ് ആണ്. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ് പറഞ്ഞത്, ഒരു തെറ്റായ ആളുമായി അല്ലെങ്കിൽ സോണിയാഗാന്ധിക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് അങ്ങയുടെ ഭാഗത്തുള്ള ഒരു നേതാവ് കൂടി പറഞ്ഞിരുന്നു. അതും അങ്ങയുടെ ഓർമ്മയിലുണ്ടല്ലോ അല്ലേ? അല്ല, ഞാൻ പറയുന്നത് പ്രതിരോധിക്കാതിരിക്കണോ? അതിനുവേണ്ടി നീ കിടന്നങ്ങനെ ഉരുളൊന്നും വേണ്ട. സോണിയാഗാന്ധിയുടെ കയ്യെ കെട്ടിയ സാധനം എന്താണ്? അത് സ്വർണമാണോ? കിട്ടിയ ഉപകാരം എന്താണ്? അത് അവര് വ്യക്തമാക്കട്ടെ. അത് കടകംപള്ളി സുരേന്ദ്രന്റെ പണിയല്ലല്ലോ, കോൺഗ്രസിന്റെ പണിയല്ലേ. കോൺഗ്രസിന്റെ പണി കോൺഗ്രസ് ചെയ്യട്ടെ. പൊന്നോ കോടതി പറയുന്നത് അന്വേഷണം ശരിയായ നിലയിലാണ്, ഈ സ്വർണം ഊറ്റിയതാണ്. രമേശ് ചെന്നിത്തല പറയുന്ന പോലെ ഇത് പുറത്തോട്ട് കൊണ്ടുപോയിട്ടില്ല. VD സതീശൻ പറയുന്ന പോലെ ഇത് കോടീശ്വരന് കടകംപള്ളി വിറ്റു എന്ന് പറയുന്ന കള്ളത്തരം, അത് കള്ളമാണ്. സത്യമായിട്ടും അങ്ങനെ വിൽപ്പന ഉണ്ടായിട്ടില്ല. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ശബരിമലയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയ കാഴ്ചപ്പാടേ ഇല്ല. അത് പരിപാവനമായ പരിശുദ്ധമായ ഇടമാണ്. ആ പരിശുദ്ധമായ ഇടത്തെ കളങ്കപ്പെടുത്തിയത് ആര്? വെറുതെ ചിരിപ്പിക്കരുത്. ഇതിൽ രാഷ്ട്രീയമൊന്നും ഇല്ലെങ്കിൽ പോലും ഉത്തരം പറയേണ്ടത് കോൺഗ്രസ് ആണ്. ശരി, അങ്ങ് അത്യാവശ്യം സമയം കിട്ടിയത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജിൻഡോ ജോൺ അതിന്റെ മറുപടി പറയാനുണ്ടാവും. എന്റെ ഭഗവതി, ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ. എനിക്ക് എന്തായാലും അനിൽകുമാറിനോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, സ്വർണ്ണക്കൊള്ള ശബരിമലയിൽ നടന്നു എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടാവുമല്ലോ? നടന്നിട്ടുണ്ട്. അവിടുത്തെ സ്വർണത്തിന്റെ അളവിൽ കുറവുണ്ടെന്ന് സമ്മതിക്കണമല്ലോ? ചട്ടം ലംഘിച്ച് ദ്വാരപാലക ശില്പങ്ങളും മറ്റ് അവിടുത്തെ സാധന സാമഗ്രികളും വാതിലും കട്ടിളപ്പടിയും ഒക്കെ അടിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇങ്ങനെ കൊണ്ടുപോയ ശില്പങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പല നാടുകളിൽ പ്രദർശനത്തിന് വെച്ചു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമുണ്ടാകാൻ സാധ്യതയില്ല. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, സ്വർണം ചെമ്പാക്കി മാറ്റിയ ഉത്തരവിൽ ഒപ്പിട്ടത് വാസു ആണെന്നുള്ള കാര്യത്തിലും വലിയ തർക്കം നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയില്ല. ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ 2019 ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് വന്നിട്ട് അത് പൂഴ്ത്തി വെച്ചതും നിങ്ങൾ സഖാക്കന്മാർ ഭരിക്കുന്ന കാലത്താണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു തർക്കമുണ്ടാകാനിടയില്ല. ഇക്കാര്യത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വാസുവും മുരാരി ബാബുവും സുദേശ് കുമാറും അതുപോലെ പോറ്റി അടക്കമുള്ള മുഴുവൻ അമ്പല കൊള്ളക്കാരും CPMുമായി അടുത്ത ബന്ധമുള്ള ആളുകളാണെന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടാകാൻ ഇടയില്ല. കാരണം ഇപ്പോഴും ജയിലിൽ തുടരുന്ന CPMന്റെ ജില്ലാ കമ്മിറ്റിയിലും ജയിലിലും ഒരേ സമയം തുടരുന്ന പത്മകുമാർ നിങ്ങളുടെ നേതാവാണ്. അപ്പോഴാണ് താങ്കൾ പറയുന്നത് സോണിയാഗാന്ധിയും കോൺഗ്രസ് ഉത്തരം പറയണമെന്ന്. ന്യായം വേണ്ടേ? CPMന്റെ നേതാക്കന്മാരും പാർശ്വവർത്തികളും ആശ്രിതരുമായിട്ടുള്ള അമ്പല കൊള്ളക്കാര് ജയിലിൽ പോയതിന് സോണിയാഗാന്ധി ഉത്തരം പറയണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. അതിന്റെ ഒരു ലൈൻ അതാ. അത് കഴിഞ്ഞ് താങ്കൾ പറയുക ശബരിമല പരിപാവനമായ ഇടമാണ്, അത് അശുദ്ധമാക്കിയെന്ന്.
CPM ഒരു മതനിരാസക പാർട്ടിയാണ്. ഈ പരിശുദ്ധിയും ശുദ്ധിയും ഒക്കെ എന്ന് തൊട്ടാണ് നിങ്ങൾ എൻഡോഴ്സ് ചെയ്ത് തുടങ്ങിയത് എന്നുള്ളത് രാഷ്ട്രീയമായിട്ടൊരു ചോദ്യമാണ്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. പക്ഷെ ഞങ്ങൾ അത്തരം പരിഭാവനമായ കാര്യങ്ങൾ, പരിശുദ്ധി വിശുദ്ധി ഒക്കെ വിശ്വസിക്കുന്ന ആളുകൾ കൂടിയാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശബരിമലയുടെ പരിഭാവനത, പരിശുദ്ധി കളങ്കപ്പെടുത്തിയെന്ന് താങ്കൾ പറയുന്നത് രണ്ട് വിഭാഗക്കാരാണ്. ഒന്ന്, ആചാര ലംഘനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ശബരിമലയിലേക്ക് നടന്നു കയറ്റിച്ച ആക്ടിവിസ്റ്റുകളുടെ സാന്നിധ്യം, അതിന് നേതൃത്വം കൊടുത്ത പിണറായി വിജയന്റെ പോലീസ്. രണ്ട്, അവിടെ നിരന്തരമായ അമ്പലക്കൊള്ളയിലൂടെ അഴിമതിക്ക് കൂത്തരങ്ങിന് ഇടയാക്കിയ CPM-ന്റെ പത്മകുമാർ അടക്കമുള്ള തന്ത്രിയും പോറ്റിയും മന്ത്രിയും അടക്കമുള്ള കള്ളസംഘം, കൊള്ളക്കാർ. അതും നിങ്ങളുടെ ആളുകളാ, സഖാക്കന്മാരാ. അതുകൊണ്ട് അവർ ജയിലിൽ കിടക്കുന്നത്. അപ്പൊ പറയാ സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ കെട്ടിക്കൊടുത്തു എന്ന്. സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ കെട്ടിക്കൊടുത്തു എന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിക്കോ ഇപ്പോഴും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന കടകംപള്ളി സുരേന്ദ്രനോ അങ്ങനെ ഒരു ആക്ഷേപമുണ്ടോ? MA ബേബിക്കില്ലാത്ത ആക്ഷേപം അനിൽകുമാർ പറഞ്ഞാൽ അത് കേരളത്തിലെ CPM-ന്റെ സഖാക്കന്മാർ പോലും വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. നീ എന്നെ കൊച്ചാക്കി കളഞ്ഞു. സോണിയാഗാന്ധിക്ക് കൊടുത്ത, കയ്യിൽ കെട്ടിക്കൊടുത്ത സാധനത്തിന്റെ അളവും തൂക്കവും അന്വേഷിക്കാൻ പോകുന്ന താങ്കൾ പിണറായി വിജയന്റെ നാവിന്റെ ഉള്ളിൽ എന്ത് സാധനമായിരുന്നു, വായിൽ എന്ത് സാധനമായിരുന്നു നിങ്ങൾ അന്വേഷിക്കണ്ടേ? 2019 ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ട് അതിനുശേഷം 2025 അതേ അമ്പലക്കൊള്ളക്കാരെ ഇതേ കാരണത്തിന് വേണ്ടി വീണ്ടും സ്വർണം പൂശാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ സർക്കാരും നിങ്ങളുടെ ദേവസ്വം വകുപ്പും ദേവസ്വം ബോർഡും എന്തെടുക്കുമായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാതെ വായിൽ എന്ത് സാധനമായിരിക്കുന്നു എന്നുള്ള മറുപടി CPM പറയണം. ചോദിച്ചു വാങ്ങണ്ടായിരുന്നു, അതും കൊങ്ങയ്ക്ക്. ഇനി കോടതിയെ നിങ്ങൾ സംശയിക്കുന്നു, കോടതിയിൽ ഇടപെടുന്നു, SIT-യെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നു എന്ന്. നിങ്ങളുടെ സഖാക്കന്മാർ ജയിലിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക വികാരമായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റുള്ളൂ. ഇനി കോടതി ഇടപെടലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആ ആക്ഷേപം പച്ചയ്ക്കങ്ങ് പറയണം. ഈ കോടതി ശരിയല്ലെന്ന്. അനിൽകുമാർ അഡ്വക്കേറ്റ് ആണല്ലോ. ഇപ്പൊ കോടതിയെ ട്യൂഷൻ പഠിപ്പിക്കാൻ മാത്രം നിയമപരിജ്ഞാനമുള്ള അനിൽകുമാർ, CPM-ന്റെ നേതാവായിട്ടുള്ള അനിൽകുമാർ പറയണം കോടതിക്ക് പിഴച്ച ഭാഗങ്ങൾ ഏതാണെന്ന്. അത് കൃത്യമായിട്ട് തിരുത്തി കൊടുക്കണം. SIT-യുടെ നടപടിയിൽ നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? സംശയിക്കുന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഭാഗത്താണ്? പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട ഭാഗത്ത് നിങ്ങൾക്ക് സംശയമുണ്ട്. പക്ഷെ തന്ത്രിയെ പിടിച്ച് അകത്തിടുമ്പോൾ ആ ഭാഗത്തെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. എങ്ങനെ SIT-യുടെ നടപടിയിൽ ഒരു ഭാഗം മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും മറ്റൊരു ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുമാകുന്നത്? അപ്പൊ സഖാക്കന്മാർ ജയിലിൽ പോകുമ്പോൾ SIT-യും കോടതിയും മോശം, സഖാക്കന്മാരല്ലാത്തവർ ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടായാൽ തന്ത്രിയെ പിടിച്ചകത്തിട്ടാൽ SIT നല്ലത്. അതെവിടത്തെ മര്യാദയാണ്? ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, CPM-ന് ഒരു ബന്ധമില്ലെങ്കിൽ പത്മകുമാറിനെ എന്തിന് നിങ്ങൾ സംരക്ഷിക്കുന്നു? ഒരേ സമയം ജില്ലാ കമ്മിറ്റിയിലും ജയിലിലും തുടരാനുള്ള സാഹചര്യം എന്തുകൊണ്ടുണ്ടാക്കുന്നു? പത്മകുമാറിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് CPM-ന് ഉത്തരം മുട്ടുന്നു? ഇനി ഫോട്ടോയോടൊപ്പം നിന്നാണെങ്കിൽ, സോണിയാഗാന്ധിയുടെ ഒപ്പം പോറ്റി നിൽക്കുന്ന ഫോട്ടോയാണ് പ്രശ്നമെങ്കിൽ ആദ്യം ചോദ്യം ചെയ്യേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ. ലീഗുകാരൻ എഴുതിയ പാരഡി കൊണ്ട് നടക്കുകയാണ് കോൺഗ്രസ്. എന്നിട്ട് എന്താ പറയുക? സഖാക്കൾ കെട്ട്. ഞാൻ അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയുന്നത്, സോണിയാഗാന്ധിയുടെ കയ്യെ കെട്ടിയ പോലൊരു സാധനം പത്മകുമാറിന്റെ കയ്യിൽ ആരെങ്കിലും കെട്ടിയിട്ടുണ്ടോ? ഇനി ഒരു വാക്കിയാൾ മിണ്ടിയാൽ ഉറപ്പായിട്ട് ഞാൻ ഇയാളെ തല്ലും.